നമസ്കാരം. വിവിധതരം റിവറ്റുകൾ ഉപയോഗിച്ചുള്ള റിവറ്റിങ്ങിനെ സംബന്ധിച്ച ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ ചെയ്യാനാകും. കൗണ്ടർ സിങ്ക് ഹെഡ് ഉപയോഗിച്ചുള്ള റിവറ്റിങ്ങിനായി ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് റിവറ്റിങ്ങിനായി അടയാളപ്പെടുത്തി ഡ്രിൽ ചെയ്യുക. റിവറ്റ് കൗണ്ടർ സിങ്ക് ഹെഡ് റിവറ്റ്, ഫ്ലാറ്റ് ഹെഡ് റിവറ്റ്, സ്നാപ്പ് ഹെഡ് റിവറ്റ്, പാൻ ഹെഡ് റിവറ്റുകൾ. ആദ്യം നമുക്ക് ഷീറ്റ് മെറ്റൽ തയ്യാറാക്കലും പലതരത്തിലുള്ള റിവറ്റുകളുടെ ലേഔട്ട് സ്പേസിംഗും പഠിക്കാം. നൽകിയിരിക്കുന്ന റോ മെറ്റീരിയലിൽ നിന്നും 8 വർക്ക് പീസുകൾ സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് 50 mm x 48 mm വലുപ്പത്തിൽ അടയാളപ്പെടുത്തി മുറിച്ചെടുക്കുക. മാലറ്റ് ഉപയോഗിച്ച് ഡ്രസ്സിംഗ് പ്ലേറ്റിൽ ഷീറ്റുകൾ പരത്തിയെടുക്കുക. കൗണ്ടർ സിങ്ക് റിവറ്റുകൾക്കായി പിച്ച് ഈക്വൽസ് 6 ഇൻറ്റു റിവറ്റ് വ്യാസം അഥവാ D. റിവറ്റ് വ്യാസം ഈക്വൽസ് 3 mm എന്ന് നമുക്കറിയാം. അതിനാൽ പിച്ച് ഈക്വൽസ് 6 ഇൻറ്റു 3 mm ഈക്വൽസ് 18 mm. ഡ്രോയിംഗ് അനുസരിച്ച് കൗണ്ടർ സിങ്ക് ഹെഡ് റിവറ്റിങ്ങിനായി ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് സ്നാപ്പ് ഹെഡ്, ഫ്ലാറ്റ് ഹെഡ്, പാൻ ഹെഡ് റിവറ്റിങ്ങിനായി 3 ജോഡി മെറ്റൽ ഷീറ്റുകളുടെ ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുക. ഇപ്പോൾ നമുക്ക് റിവറ്റ് ഹോളുകളുടെ പഞ്ചിങ്ങിലേക്കും ഡ്രില്ലിംഗിലേക്കും പോകാം. ഡോട്ട് പഞ്ച്, ബോൾ പിൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് സെന്റർ മാർക്കിൽ പഞ്ച് ചെയ്യുക. ഡ്രോയിംഗ് അനുസരിച്ച് പാർട്ട് 1 ഷീറ്റിലെ എല്ലാ സെന്റർ പഞ്ച് മാർക്കുകളിലും 3.2 mm വ്യാസമുള്ള ദ്വാരങ്ങളും പാർട്ട് 2 ഷീറ്റിൽ ഒരു സെൻട്രൽ ഹോളും ഡ്രിൽ ചെയ്യുക. ഷീറ്റുകളുടെ ഓവർലാപ്പ് ചെയ്ത വശങ്ങൾ അടയാളപ്പെടുത്തിയ ലൈനുകളുമായി ചേരുന്ന രീതിയിൽ പാർട്ട് 2 ഷീറ്റിന് മുകളിൽ എല്ലാ ദ്വാരങ്ങളും പഞ്ച് ചെയ്ത ഷീറ്റിന്റെ പാർട്ട് 1 വയ്ക്കുക. പാർട്ട് 1, പാർട്ട് 2 ഷീറ്റുകൾ ഡ്രിൽ ചെയ്ത ഹോളുകൾ നേർക്കുനേർ വരുന്ന രീതിയിൽ വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സെന്റർ ഹോളിൽ 3 mm വ്യാസമുള്ള കൗണ്ടർ സിങ്ക് ഹെഡ് റിവറ്റ് കയറ്റി വയ്ക്കുക. സ്നാപ്പ് ഹെഡ്, ഫ്ലാറ്റ് ഹെഡ്, പാൻ ഹെഡ് റിവറ്റുകൾ എന്നിവ അതത് ലേഔട്ടുകൾക്കനുസരിച്ച് കയറ്റി വയ്ക്കുന്നതിന് മുൻ നടപടിക്രമങ്ങൾ ആവർത്തിക്കുക. വ്യത്യസ്ത തരം റിവറ്റുകളായുള്ള റിവറ്റിങ്ങിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. ബോൾ പിൻ ഹാമർ ഉപയോഗിച്ച് ഒരു റിവറ്റ് സെറ്റിന്റെ സഹായത്തോടെ കൗണ്ടർ സിങ്കിനായി റിവറ്റ് ഹെഡ് രൂപപ്പെടുത്തുക. പാർട്ട് 1 ഷീറ്റിൽ ഇതിനകം ഡ്രിൽ ചെയ്തിരിക്കുന്ന ദ്വാരങ്ങളിലൂടെ അടിവശത്തുള്ള ഷീറ്റിൽ ശേഷിക്കുന്ന ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുക. കൗണ്ടർ സിങ്ക് ഹെഡ് റിവറ്റ് സീറ്റ് ചെയ്യുന്നതിന് പാർട്ട് 2 ഡ്രിൽ ചെയ്ത ദ്വാരത്തിൽ കൗണ്ടർ സിങ്ക് ടൂൾ ഉപയോഗിക്കുക. കൂടിയ വലുപ്പത്തിലുള്ള ഡ്രിൽ ഉപയോഗിച്ച് ഡ്രിൽ ചെയ്ത ദ്വാരങ്ങളിൽ കൈകൊണ്ട് തിരിച്ച് ഡീബർ ചെയ്യുക. ഒരു റിവറ്റ് സെറ്റിന്റെയും ഒരു ബോൾ പിൻ ഹാമറിന്റെയും സഹായത്താൽ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് അഥവാ ചെയിൻ നിർമ്മിക്കാൻ കൗണ്ടർ സങ്ക് റിവറ്റുകൾ കയറ്റിവെച്ച് റിവറ്റ് ഹെഡുകൾ ഓരോന്നായി രൂപപ്പെടുത്തുക. ഇനി ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്ത് ഫ്ലാറ്റ് ഹെഡ് റിവറ്റുകൾ കയറ്റിവയ്ക്കുക. ഒരു റിവറ്റ് സെറ്റിന്റെയും ബോൾ പിൻ ഹാമറിന്റെയും സഹായത്തോടെ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് അഥവാ ചെയിൻ നിർമ്മിക്കാൻ റിവറ്റ് ഹെഡുകൾ ഓരോന്നായി രൂപപ്പെടുത്തുക. അതുപോലെ ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്ത്
സ്നാപ്പ് ഹെഡ് റിവറ്റുകൾ കയറ്റി വയ്ക്കുകയും റിവറ്റ് ഹെഡുകൾ ഓരോന്നായി രൂപപ്പെടുത്തുകയും ഒരു റിവറ്റ് സെറ്റിൻ്റെയും ബോൾ പീൻ ഹാമറിൻ്റെയും സഹായത്തോടെ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് അഥവാ ചെയിൻ നിർമ്മിക്കുകയും ചെയ്യുക. അതുപോലെ ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്ത് പാൻ ഹെഡ് റിവറ്റുകൾ കയറ്റി വയ്ക്കുകയും റിവറ്റ് ഹെഡുകൾ ഓരോന്നായി രൂപപ്പെടുത്തുകയും ഒരു റിവറ്റ് സെറ്റിൻ്റെയും ബോൾ പീൻ ഹാമറിൻ്റെയും സഹായത്തോടെ സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് അഥവാ ചെയിൻ നിർമ്മിക്കുകയും ചെയ്യുക. ഒരിക്കൽ കൂടി നമ്മൾ ചെയ്യാൻ പഠിച്ചത് കൗണ്ടർ സിങ്ക് ഹെഡ് ഉപയോഗിച്ചുള്ള റിവറ്റിങ്ങിനായി ലേഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുക, ഡ്രോയിംഗ് അനുസരിച്ച് റിവറ്റിങ്ങിനായി അടയാളപ്പെടുത്തിയ ഡ്രിൽ ചെയ്യുക, റിവറ്റ് കൗണ്ടർ സിങ്ക് ഹെഡ് റിവറ്റ്, ഫ്ലാറ്റ് ഹെഡ് റിവറ്റ്, സ്നാപ്പ് ഹെഡ് റിവറ്റ്, പാൻ ഹെഡ് റിവറ്റുകൾ. അപ്പോൾ വ്യത്യസ്ത റിവറ്റുകൾ ഉപയോഗിച്ചുള്ള റിവറ്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയുമാണ്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.